ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മികച്ച അവസരം. അതായത് നമ്മുടെ എൻട്രിയുടെ മുഴുവൻ ക്ലാസ്സുകളും 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി. അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ 2025 ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻട്രിയിലുണ്ട്. അതേപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ലാത്ത ആളുകളും ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ആളുകൾ, അതായത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ എക്സാമിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ലാത്ത ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പം നമ്മൾ ഓഗസ്റ്റ് ഒരു സെപ്റ്റംബറിലൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നിൽ നിയർലി ഒരു 100 ഡേയ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. അതായത് ഒരു 100 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിലത്തെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റിവിഷനൊക്കെ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 100 ഡേയ്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇനിയുള്ള സംശയം എന്ന് പറയുന്നത് ഇനിയുള്ള 100 ഡേയ്സിൽ നമുക്ക് ഈ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻട്രിയുടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീം, അല്ലെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് റിസർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 ഡേ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ലെക്ചർ ഇൻ പോളിടെക്നിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് 100 ഡേയ്സിൽ തന്നെ നമുക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കോഴ്സ് വരുന്നത് എന്നുള്ള ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അതായത് ഞാനീ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ്ലി നിങ്ങൾ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽസ് ആണ് നമ്മൾ തരുന്നത്. അതായത് 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ നമ്മുടെ എൻട്രി ആപ്പിലെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ലഭിക്കാൻ പോവുകയാണ്. അതായത് ഏതെല്ലാം ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സിലബസ് നമ്മളൊരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് നിയർലി ഒരു 45 മിനിറ്റ്സിനുള്ളിലുള്ള ഒരു വീഡിയോ ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. അത് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അങ്ങനെ ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടു താഴത്തിന് ഒരു ക്വിസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 ക്വസ്റ്റ്യൻസ് ക്വിസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എത്രത്തോളം ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ക്ലാസ് നോട്ട്സുകളുടെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എൻട്രി ആപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയുടെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് എഴുതണം. അങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് എഴുതുക. ദെൻ തുടർന്നുള്ള വീഡിയോസുകളും ഇതേ പാറ്റേൺ ഇതൊക്കെ കാണാം. ഇപ്പം ഞാൻ ഒരു വീഡിയോയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഒരു 3-4 ഡേയ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സബ്ജക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയില്ലേ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയോ എന്നുള്ളത് വാല്യൂ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു 7 ദിവസം എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കോഴ്സ് എത്രത്തോളം എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഇനിയും തുടർന്ന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതായത് 100 ഡേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ 100 ഡേയ്സിൽ ഈ എക്സാമിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എൻട്രിയുടെ എക്സ്പേർട്ട് ടീമിൻ്റെ ഗൈഡൻസോട് കൂടിയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100 ഡേയ്സിൽ നമുക്ക് സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സബ്ജക്ട് നോളജ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈവൻ സബ്ജക്ട് നോളജ് കുറവാണെങ്കിൽ പോലും കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സബ്ജക്ട് നോളജ് കൂടി ഉണ്ടെങ്കിൽ 100 ഡേയ്സിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ്. കഴിഞ്ഞ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിന് 100 അടുത്ത ആളുകൾ ഇപ്പോൾ തന്നെ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യവും നല്ല വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇലക്ട്രോണിക്സുകാരുടെ അവസരങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതായത് എല്ലാ കോളേജുകളിലും ഇലക്ട്രോണിക്സിൻ്റെ ബ്രാഞ്ചസുകൾ കൂടുതൽ, അല്ലെങ്കിൽ ബാച്ചസുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുവരവോട് കൂടിയിട്ട് ഈ ഒരു ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിലൊരു ബൂം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ
കോളേജുകളിലും പുതുതായിട്ട് പുതിയ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് ഇതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഈ ഒരു 7-day ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ 7-day ക്ലാസ്സിൻ്റെ എന്താ പറയുക, ഇതുകൊണ്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളിലേക്ക് നമ്മൾ അറിയിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. സോ ഈ ഒരു ഫ്രീ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.